السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിനുസൈൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആൽ ഇംറാനിലെ 106-ാമത്തെ വചനമാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. പ്രസ്തുത വചനത്തിൻ്റെ വിശദീകരണത്തിൻ്റെ അവസാന ഭാഗത്ത് ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, എവറി ടൈം ക്ലിയർ proofs come to the Muslims. എല്ലാ സമയങ്ങളിലും വ്യക്തമായ തെളിവുകൾ മുസ്ലിങ്ങളിലേക്ക് വരുന്നു. അങ്ങനെ വരുമ്പോൾ they are to welcome them. പ്രസ്തുത തെളിവുകളെ, യാഥാർത്ഥ്യങ്ങളെ അവർ സ്വാഗതം ചെയ്യേണ്ടതാണ്. Thus not repeating the mistakes of the past people. അവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. കഴിഞ്ഞ കാലങ്ങളിലെ ആളുകൾ ചെയ്ത തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ അവർ ശ്രമിക്കേണ്ടതാണ്. Thus not repeating the mistakes of the past people. കഴിഞ്ഞുപോയ ജനത ചെയ്ത തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുവാനുള്ള മുൻകരുതൽ അവർ എടുക്കേണ്ടതാണ്. Who let go of the thread of unity. മുൻകാലങ്ങളിൽ ആളുകൾ ഐക്യത്തിൻ്റെ നൂല് വലിച്ചെറിഞ്ഞു, പൊട്ടിച്ചു കളഞ്ഞവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഐക്യത്തിൽ കഴിയണം, ഐക്യത്തിൻ്റെ നൂല് പൊട്ടിച്ച് കളയരുത്. And became divided. അവർ ആ നൂല് പൊട്ടിച്ച്, ഐക്യത്തിൻ്റെ ആ ത്രെഡിനെ പൊട്ടിച്ച് കളഞ്ഞിട്ട് became divided, അവർ വിവിധ ചേരികളായി തീർന്നു. And estranged on the commandments of Allah. അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നിന്ന് അവർ അകൽച്ച വരുത്തുകയും ചെയ്തു. ദൈവകൽപ്പനയ്ക്ക് വേണ്ട പ്രാധാന്യം കൊടുത്തില്ല. അവർക്ക് തോന്നിയ വഴി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും തുടങ്ങി. അതുപോലെ മുസ്ലിങ്ങൾ, നിങ്ങളുടെ കയ്യിൽ ഇതാ വേദഗ്രന്ഥം തന്നിരിക്കുന്നു, നിങ്ങളിങ്ങനെ വിവിധ ചേരികളായി പോകരുത് എന്ന് അല്ലാഹു തആല കൽപ്പിച്ചു. ബട്ട് അലാസ്, എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, അത്ഭുതമായ കാര്യം, ഈവൻ ദോ അല്ലാ വാണ്ട് ദം, അല്ലാഹു തആല അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തെങ്കിൽ പോലും, ടു കീപ് ഫേം ടു യൂണിറ്റി, ഐക്യത്തിൽ നിങ്ങൾ മുറുകെ പിടിച്ചു നിന്നുകൊള്ളണം എന്നുള്ള കൽപ്പന, മുന്നറിയിപ്പ് അല്ലാഹു തആല അവർക്ക് നൽകിയെങ്കിലും, ആൻഡ് ഹിസ് കമാൻഡ്സ്, അള്ളാഹുവിൻ്റെ കൽപ്പനകളും അനുസരിച്ച് നിങ്ങൾ ഒരുമിച്ച് നിന്ന് മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞിട്ടും ദ മുസ്ലിംസ് ഡിസൊബൈഡ്, മുസ്ലിങ്ങൾ അതിനെ ധിക്കരിച്ചു, അവഗണിച്ചു, വേണ്ടാന്ന് വെച്ചു. ലൈക്ക് ദ പാസ്റ്റ് പീപ്പിൾ,
കഴിഞ്ഞകാല ജനതകൾ ചെയ്ത അതേ തെറ്റുകൾ അവർ ആവർത്തിച്ചു. ഫർഗറ്റിംഗ് ദ വാർണിംഗ് ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പുകളെ അവർ അവഗണിച്ചു. എക്സെപ്റ്റ് എ പാർട്ടി ഓഫ് ദം, അവരിലെ ഒരു വിഭാഗം ഒഴികെ. ഹു റിമെയിൻ ഫേം, അവർ അടിയുറച്ച് നിന്നവരാണ്. അങ്ങനെ അല്ലാഹു തആല ഒരുമിച്ചൊരു നേതാവിൻ്റെ പിന്നിൽ അണിനിരക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളാൻ കഴിയുന്ന മുന്നറിയിപ്പുകൾ നൽകുന്ന അത്തരത്തിലുള്ള ആളുകളെ നമ്മളിലേക്ക് നിയോഗിക്കുമെന്നും മുൻകാലങ്ങളിൽ വന്നവരെ ധിക്കരിച്ചതുപോലെ നിങ്ങളാകരുതെന്നും നമ്മോട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. അതിലൊരു ചെറിയ വിഭാഗം ഒഴികെ ബാക്കിയെല്ലാം അവർക്ക് തോന്നിയ വഴി അവർ പോയി എന്നാണ്. ദിസ് ഒക്കറൻസ് ഈസ് ഓൺഗോയിങ്, ഈ സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഫോർ സാത്താൻ ഡ്രൈവ്സ് അവേ ദ മെജോറിറ്റി ഓഫ് പീപ്പിൾ, ബഹുഭൂരിഭാഗം ആളുകളെയും പിശാച് സാത്താൻ വഴിതിരിച്ച് കൊണ്ടുപോവുകയാണ്. ടു ഡിസ്ബിലീവ് ഇൻ ദ സൈൻസ് ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവർ അവിശ്വസിക്കുക തക്ക നിലയിൽ സാത്താൻ അവരെ പിടികൂടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺസ് ദേ ബികം മാനിഫെസ്റ്റ്, അവർക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായ നിലയിൽ വിശുദ്ധ ഖുർആനിലൂടെയും അതിലെ അധ്യാപനങ്ങളിലൂടെയും വെളിവാക്കപ്പെട്ടതാണെങ്കിൽ പോലും അവർ അതൊന്നും അനുസരിക്കാതെ പൈശാചിക ശക്തികളുടെ പുറകിൽ അവർ അണിനിരക്കുകയാണ് ചെയ്തത്. Therefore, അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകത്തിലുള്ള എത്ര അക്ഷരം പ്രതി അത് സത്യമായി പുലർന്നുകൊണ്ടിരിക്കുന്നു നോക്കുക. Therefore, ആയതിനാൽ those who purposefully turn their backs, മനഃപൂർവമായി പിന്തിരിഞ്ഞു പോകുന്നവർ, to the clear signs of Allah, അള്ളാഹുവിൻ്റെ വ്യക്തമായ അടയാളങ്ങൾ, മുന്നറിയിപ്പുകൾ അവർക്ക് ലഭിച്ചതിന് ശേഷവും അവർ അതിനൊരു വിലയും കൊടുക്കാതെ പിന്തിരിഞ്ഞു പോയവർ, ആഫ്റ്റർ ദേ ഹാവ് ഗോട്ടൺ ദ ഡിവൈൻ മെസ്സേജ്, ആ ദൈവിക സന്ദേശം അവർക്ക് ലഭിച്ചതിന് ശേഷവും, ആൻഡ് ആഫ്റ്റർ എ മെസ്സഞ്ചർ ഓഫ് അല്ലാഹ് കെയിം ടു ദം, അവരിലേക്ക് അള്ളാഹുവിൻ്റെ ഒരു ദൂതൻ, ഒരു പ്രതിനിധി വന്നതിന് ശേഷവും, ടു കൺഫേം ദ വെറാസിറ്റി ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ സത്യത അവർക്ക് വെളിവാക്കി കൊടുക്കുന്നതിനായി. ആൻഡ് ദ ഹോളി പ്രൊഫറ്റ് മുഹമ്മദ് പീസ് ബി അപ്പോൺ ഹിം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യത അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനുമായി അള്ളാഹുവിൽ നിന്ന് ഒരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടുണ്ട്. They shall incur the wrath of Allah, അള്ളാഹുവിൻ്റെ കോപത്തിന് അവർ വീഴുകയാണ് ചെയ്തത്. ആൻഡ് ബി കാസ്റ്റ് ഇൻ ദ ഫയർ ഓഫ് ഹെൽ, അങ്ങനെ അവർ നരകാഗ്നിയിലേക്ക് എറിയപ്പെട്ടിരിക്കുന്നു. ആ നിലയിലുള്ള നാരകീയമായ ജീവിതമാണ് ഇന്ന് ഭൂമുഖത്ത് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹെൽ വിൽ ബി ടോർണമെൻറ്റ്സ് ഫോർ ദം, ഖലീഫത്തുള്ള അവസാനമായി ആ വിശദീകരണം അവസാനിപ്പിക്കുന്നത്, ഹെൽ വിൽ ബി ടോർമെൻറ്റ്സ് ഫോർ ദം, അവർക്ക് ഈ ശിക്ഷ, ഈ നരകം എന്ന് പറയുന്നത് അസഹ്യമായ വേദന ഉളവാക്കുന്നതായിരിക്കും. ഇന്ന് ആരാ വിഷമമില്ല എന്ന് പറയുന്നത്? ബുദ്ധിമുട്ടിലാണ്, കഷ്ടതയാണ്, എല്ലാ നിലയിലും എന്തെല്ലാം ഉണ്ടായിട്ടും ഒരു സുഖവുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തോന്നുന്നത് പോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ. ഹെൽ വിൽ ബി ടോർമെൻറ്റ്സ്, നരകം അതിയായ അസഹ്യമായ വേദന നൽകുന്നതാണ് ഫോർ ദം, അവർക്ക്, ബോത്ത് ഇൻ ദിസ് വേൾഡ് ആൻഡ് ദ ഹിയർ ആഫ്റ്റർ, ഈ ലോകത്തും അത് നിങ്ങൾക്ക് അനുഭവവേദ്യമാകും, പാരത്രിക ലോകത്തും ഇനി മരണശേഷം അങ്ങോട്ട് നേരിടാൻ പോകുന്നതും അങ്ങനെ തന്നെയായിരിക്കും എന്ന് അല്ലാഹു തആല ഇതാ അതുകൊണ്ട് പറഞ്ഞ എന്താ, വലാ തകൂനൂ കല്ലദീന തഫറഖൂ, ഭിന്നിച്ചു പോയ ആളുകളെ പോലെ നിങ്ങളാകരുത്. വഖ്തലഫൂ, അവർ വിവിധ അഭിപ്രായ വ്യത്യാസത്തിൽ അകപ്പെട്ടു പോയവരെ പോലെ നിങ്ങളാകരുത്. മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത്, അവർക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ
തെളിവുകൾ അവരുടെ മുമ്പിൽ കൊണ്ടുവന്നു. ഇപ്പം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും തെളിവുകളുമായിട്ട് അവരുടെ മുമ്പിൽ വന്ന് വല്ല ദോഷം പറയാനാണോ വന്നത്? അങ്ങനെ വന്നപ്പോൾ അങ്ങനെ നിങ്ങൾ മുൻഗാമികളായ ആളുകൾ ചെയ്തതുപോലെ ചെയ്യുകയാണെങ്കിൽ ഉലായിക്ക ലഹും അദാബുൻ അദീം, അവർക്ക് വളരെ വലിയ ശിക്ഷ ഉണ്ടാകുന്നതാണ്. അവരുടെ കർമ്മഫലം ആ നിലയിലേക്ക് പരിവർത്തനം. ഈ വചനങ്ങളെ ഒന്നും വേണ്ടതുപോലെ നോക്കുകയോ കാണുകയോ ഒരുമിച്ച് നിൽക്കുവാൻ ആരുടെ പുറകിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കും? അത് അള്ളാഹ് അയക്കുന്ന ഒരു പ്രതിനിധിയുടെ പേരിൽ നമുക്ക് നിൽക്കാനല്ലാതെ മനുഷ്യൻ പറയുന്ന ഏതാളിൻ്റെ പുറകിലാണ് പോകാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ഒരു മതമല്ല ഇത്, ദൈവിക മതമാണ്. അടുത്ത വചനത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം യൗമ തബിയദ്ദു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹുൻ فأما الذين اسودت وجوههم أكفرتم بعد إيمانكم فذوقوا العذاب بما كنتم تكفرون. ഇതിൻ്റെ വാക്കർത്ഥം കൂടെ നമുക്ക് നോക്കിയിട്ട് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. യൗമ, ആ ദിവസം, തബിയദ്ദു, വെളുത്തു പോകും, വുജൂഹുൻ, ചില മുഖങ്ങൾ. ആ ദിവസം ചില മുഖങ്ങൾ വെളുത്തു പോകുന്നതാണ്. വതസ്വദ്ദു, കറുത്തു പോവുകയും ചെയ്യും. വുജൂഹുൻ, ചില മുഖങ്ങൾ. ചില മുഖങ്ങൾ വെളുപ്പുള്ളതായിരിക്കും, ചില മുഖങ്ങൾ കറുപ്പുള്ളതായിരിക്കും. ഫഅമ്മല്ലദീന ഇസ്വദ്ദത്ത്, ഫഅമ്മല്ലദീന, ഒരു വിഭാഗം ആളുകളുടെ കാര്യം നമുക്ക് നോക്കാം. ഇസ്വദ്ദത്ത്, കറുത്തു പോയിരിക്കുന്നു. വുജൂഹുഹും, അവരുടെ മുഖങ്ങൾ. അകഫർത്തും, നിങ്ങൾ നിഷേധിച്ചു പോ. അകഫർത്തും, നിങ്ങൾ നിഷേധിച്ചു പോ. ബഅദ ഈമാനിക്കും, നിങ്ങളുടെ വിശ്വാസത്തിന് ശേഷം. വിശ്വാസത്തിന് ശേഷം അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, പ്രവാചകനിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ കൽപ്പനകളും പ്രവാചകൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളും അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാതെ അകഫർത്തും, നിങ്ങൾ നിഷേധിച്ചുവോ. ബഅദ ഈമാനിക്കും, ഞങ്ങളിതൊക്കെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാതെ വന്നുവോ. ഫദൂഖുൽ അദാബ, അതുകൊണ്ട് ശിക്ഷ നിങ്ങൾ രുചിച്ചു നോക്കുക. വേദനാജനകമായ ശിക്ഷ നിങ്ങൾ രുചിച്ചു നോക്കുക. കാരണം എൻ്റെ കൽപ്പനകൾ നിഷേധിച്ചു, അതിനെ അവഗണിച്ചു, അതിനെ ഉപേക്ഷിച്ചു, തനിക്ക് തോന്നുന്നത് തൻ്റെ മതമായി സ്വീകരിച്ചുകൊണ്ട് ഇവിടെ വിഹരിച്ച് നടന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് അവൻ്റെ പിടിയിലാണ് നമ്മൾ എന്ന് മറന്നു പോകരുത്. അറ്റ് എനി ടൈം, ഏത് സമയത്തും അവൻ നമ്മളെ പിടിക്കും. നമ്മളെ അങ്ങനെ സ്വതന്ത്രരായി വിട്ടിരിക്കുകയാണെന്ന് കരുതണ്ട. ഈ റൂഹ് എവിടെ നിന്ന് വന്നോ തിരികെ പോകേണ്ടി വരും, എത്ര വലിയവനായാലും. എന്നിട്ട് പറയാണ്, ഞാനിതൊക്കെ പറഞ്ഞു തന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും തന്നിട്ട് നിങ്ങൾ അകഫർത്തും, നിങ്ങൾ നിഷേധിച്ചു പോവും. ബഅദ ഈമാനിക്കും, നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങനെ ചെയ്തെങ്കിൽ ഫദൂഖുൽ അദാബ, ഈ ശിക്ഷ ഒന്ന് രുചിച്ച് നോക്ക്. ബിമാ കുന്തും തക്ഫുറൂൻ, നിഷേധിച്ചതിൻ്റെ പേരില്ല. നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ഓൺ ദ ഡേ വെൻ സം ഫേസസ് ഷാൽ ബി വൈറ്റൻഡ്, ആ ദിവസത്തിൽ ചില മുഖങ്ങൾ വെളുത്തതായിരിക്കും. ആൻഡ് സം ഫേസസ് ഷാൽ ബി ബ്ലാക്കൻഡ്, ചില മുഖങ്ങൾ കറുത്തിരിക്കും. ആസ് ഫോർ ദോസ് ഹൂസ് ഫേസസ് ഷാൽ ബി ബ്ലാക്കൻഡ്, ആരുടെ മുഖങ്ങളാണോ കറുത്തിരുണ്ടു പോയത്, ഇറ്റ് വിൽ ബി സെഡ് ടു ദം, അത്തരത്തിലുള്ളവരോട് പറയപ്പെടും, ഡിഡ് യു ഡിസ്ബിലീവ്, നിങ്ങൾ അവിശ്വസിച്ചുവോ. ആഫ്റ്റർ യു ഹാഡ് ബിലീവ്, നിങ്ങൾ വിശ്വസിച്ചതിന് ശേഷം. നിങ്ങൾ മുസ്ലിങ്ങളാണ്, നിങ്ങൾ അനുസരണയുള്ളവരാണ്, സകലതും അല്ലാഹുവിന് സമർപ്പിച്ചവരാണ് എന്ന് പറഞ്ഞിട്ട്
നിങ്ങളെ നേർവഴി നടത്തുന്നതിന് വേണ്ടി എൻ്റെ കാരുണ്യം നിങ്ങളിലേക്ക് ഇറങ്ങി വന്നപ്പോൾ നിങ്ങൾ തിരസ്കരിച്ചുവോ? ആഫ്റ്റർ യു ഹാഡ് ബിലീവ് ടേസ്റ്റ് ദെൻ ദ ടേസ്റ്റ്മെൻറ്റ്, ഈ ശിക്ഷ ഒന്ന് രുചിച്ച് നോക്കുക. ഫോർ ദാറ്റ് യു ഡിസ്ബിലീവ്, നിങ്ങൾ ഇതിനെ അവഗണിച്ച് കളഞ്ഞതിൻ്റെ പരിണിത ഫലമായി. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ നൽകുന്ന ഈ പരിശുദ്ധമായ അധ്യാപനങ്ങളും ഉപദേശങ്ങളും വേണ്ട വിധത്തിൽ നമ്മുടെ നാവുകളിലും നമ്മുടെ കണ്ണുകളിലും ചെവികളിലും ബൗദ്ധിക മേഖലകളിലും ഹൃദയങ്ങളിലും തിളങ്ങി നിന്ന് ഏറ്റവും സംശുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. ഇതിനെ അവഗണിച്ചു കൊണ്ടുള്ള ജീവിതം ആരെങ്കിലും നയിക്കുമെങ്കിൽ അതിൻ്റെ ശിക്ഷ ഇഹലോകത്തും പരലോകത്തും അല്ലാഹു വെച്ച് നീട്ടുക തന്നെ ചെയ്യും. അവൻ കാരുണ്യവാനും കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ് എന്ന കാര്യം ആരും മറക്കാതിരിക്കുക. അല്ലാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യ വലയത്തിലായിരിക്കട്ടെ. ഇതിൻ്റെ വിശദീകരണങ്ങളുമായി ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ ഒരു ചെറിയ യാത്രയിലാണ്. ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുവാനുള്ള അപേക്ഷയോടുകൂടി ഈ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ. ജസാക്കുമുല്ലാഹു അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.